തങ്ങളെക്കാൾ ഒരു നിലക്കും ഒരു ശ്രദ്ധയും ഒന്നും അള്ളാഹു മറ്റൊരാൾക്ക് നൽകിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഭൗതികമോ ആത്മീയമോ ശാസ്ത്രീയമോ ഏതെങ്കിലും നിലക്ക് നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ചിലർക്കൊക്കെ ചില സംശയങ്ങൾ എന്ന നിലക്ക് ചിന്തിക്കുമ്പോൾ ചോദിക്കാൻ ഉണ്ടാകും. ശാസ്ത്രം ഇന്നാണല്ലോ പുരോഗതി പ്രാപിച്ചത്. ശാസ്ത്രീയമായ കണ്ടെത്തലുകളൊക്കെ ഉണ്ടായത് ഇന്നാണല്ലോ. ശാസ്ത്രത്തിന്റെ അറിവുകളൊക്കെ വിപുലീകരിക്കപ്പെട്ടത്, കണ്ടുപിടുത്തങ്ങളൊക്കെ ഇന്നാണല്ലോ ഉണ്ടായത്. അപ്പൊ അന്ന് ആ അറിവുകളില്ലല്ലോ. അപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇല്ലാത്ത അറിവുകൾ ഇന്ന് ശാസ്ത്രം വളർത്തിയെടുത്തില്ലേ എന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വിശദീകരണമാണ് പറയുന്നത്. ഒരിക്കലും ചിന്തിച്ചു പോകണ്ട. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇല്ലാത്ത ഒരു ശാസ്ത്രീയമായ അറിവും ഇന്ന് വരെ ഒരു ശാസ്ത്രജ്ഞനും കണ്ടെത്തിയിട്ടില്ല. ശാസ്ത്രജ്ഞന്മാർ ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ അവസാനം എത്തിച്ചേരുന്നത് എന്തോ ആ അറിവാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് പകർന്നു കൊടുത്തിട്ടുള്ളത്. എന്തൊരറിവ് നിങ്ങൾ നോക്കിക്കോളൂ. ഹബീബായ തങ്ങളുടെ ജീവിതം മുഴുവനും ശാസ്ത്രീയമാണ്. തങ്ങൾ പഠിപ്പിച്ചത് മുഴുവനും ശാസ്ത്രീയമാണ്. ആ ശാസ്ത്രീയമായ വശങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. ശാസ്ത്രം അവിടേക്ക് എത്തണുള്ളൂ. ശാസ്ത്രത്തിന്റെ അറിവുകളൊക്കെ അവിടേക്ക് എത്താൻ പോണുള്ളൂ. ഹബീബിന്റെ അറിവിൽ നിന്നുള്ള ഒരംശം മാത്രമാണ് ഇന്ന് ശാസ്ത്രജ്ഞന്മാർ ഇത്രയും അധികം ശാസ്ത്രം വിപുലീകരിക്കപ്പെട്ടിട്ട് പോലും ഹബീബിന്റെ അറിവിൽ നിന്നുള്ള വളരെ തുച്ഛമായ ഒരംശത്തിലേക്ക് മാത്രമേ അവർ ഇപ്പോഴെത്തിയിട്ടുള്ളൂ. ഏഴാകാശങ്ങളും കടന്നുപോയ ഹബീബിന് നൽകപ്പെട്ട അറിവിന്റെ ഒരു അംശത്തിലേക്ക് എത്തിയിട്ടുള്ളൂ. ഉദാഹരണങ്ങൾ എമ്പാടുണ്ട്. പറഞ്ഞാൽ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോലും കഴിയില്ല. തങ്ങളുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിക്കോ. തങ്ങൾ പറഞ്ഞു, രാവിലെ എഴുന്നേറ്റാൽ കൈ കഴുകാൻ പറഞ്ഞു. 2 കൈ നമ്മൾ നന്നായി കഴുകണമെന്ന് പറഞ്ഞു. ശാസ്ത്രമെന്ന് ശാസ്ത്രീയമായിട്ട് പറയുന്നു,